നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വില്ലന്മാരിൽ ഒരാളായ ശ്രീ രാജംബി ദേവിൻ്റെ ചേർത്തലുള്ള വീട്ടിലാണ്. ഈ വീട്ടിൽ ഇപ്പോൾ ആരും തന്നെ താമസമില്ല. അവസാന നാളിൽ ഇദ്ദേഹം അങ്കമാലിയിലാണ് താമസിച്ചിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വീട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ചേർത്തല കുറുപ്പൻകുളങ്ങരയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിനോട് ചേർന്ന് തന്നെ ഇവരുടെ ജൂബിലി തിയേറ്റേഴ്സ് എന്ന നാടകത്തിൻ്റെ റിഹേഴ്സൽ നടന്നത് ഇതിൻ്റെ അകത്ത് തന്നെയായിരുന്നു. ഈ വീട്ടിൽ ഇപ്പോൾ ആരും തന്നെ താമസിക്കുന്നില്ല. മലയാള സിനിമയിലെ നർമ്മബോധമുള്ള വില്ലനായി അറിയപ്പെടുന്ന ഒരു സ്വഭാവ നടനായിരുന്നു ആലപ്പുഴ ജില്ലക്കാരനായ രാജംബി ദേവ്. പ്രൊഫഷണൽ നാടക നടനായും പിന്നീട് തെന്നിന്ത്യൻ ചലച്ചിത്ര നടനായും ഒന്നുപോലെ തിളങ്ങിയ കലാകാരനായിരുന്നു അദ്ദേഹം. കാട്ടുകുതിര എന്ന നാടകത്തിലെ ഏറെ പ്രശസ്തനായ കൊച്ചുബാവ എന്ന കഥാപാത്രമായി അദ്ദേഹം അഭിനയിച്ചത് വളരെ ശ്രദ്ധയാകർഷിക്കപ്പെട്ടു. ഇതിനുശേഷം 1990 തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഇന്ദ്രജാലം എന്ന സിനിമയിലെ കാർലോസ് എന്ന വില്ലൻ വേഷത്തോടെ മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായി മാറി ഈ ഒരു കലാകാരൻ. മലയാളത്തിൽ ഏകദേശം 300-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വില്ലനും സ്നേഹനിധിയായ അപ്പനും നിഷ്കളങ്കനായ ഹാസ്യതാരവും രാജംബി ദേവിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു. മോഹൻലാലിനോടൊപ്പമുള്ള സ്ഫടികവും മമ്മൂട്ടിയുടെ അപ്പനായി അഭിനയിച്ച തൊമ്മനും മക്കളും സിനിമയിലെ രാജംബി ദേവിൻ്റെ അഭിനയവും ജീവിതത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു. 2007 റിലീസായ ഛോട്ടാ മുംബൈ എന്ന സിനിമയിലെ പാമ്പ് ജോസ് എന്ന കഥാപാത്രവും മലയാളത്തിൽ വൻ ഹിറ്റായി. സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം 1-2 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുമുണ്ട്. അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ എന്ന ചിത്രവും അച്ഛൻ്റെ കൊച്ചുമോൾ എന്ന ചിത്രവും പിന്നെ മറ്റ് ഒരു ചിത്രവും കൂടെ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ ഇപ്പോൾ ആരും തന്നെ താമസിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അവസാന നാളിൽ അങ്കമാലി കറുകൂറ്റിലായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്നത്. 2009 ജൂലൈ 29 ഇദ്ദേഹം അന്തരിച്ചത്.